ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. വലിയൊരു വിരുന്ന് നൽകിയ മനുഷ്യൻ്റെ ഉപമയിലൂടെ സ്വർഗരാജ്യത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ് കർത്താവായ ഈശോ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് നൽകുന്നത്. ദൈവം സകല മനുഷ്യരെയും തൻ്റെ സ്നേഹവിരുന്നിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ നമ്മിൽ പലരും പല കാരണങ്ങൾ പറഞ്ഞ് ആ സ്നേഹമുള്ള ക്ഷണം നിരസിക്കുന്ന കാഴ്ചയാണ് സുവിശേഷത്തിൽ നാം ഇന്ന് വായിക്കുക. ഇത് ഇന്നത്തെ ലോകത്തിലെ പല ക്രിസ്ത്യാനികളുടെയും ആത്മീയ അവസ്ഥയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ലൗകികമായ കാര്യങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും പ്രാധാന്യം നൽകി ദൈവത്തിൻ്റെ വിളി അവഗണിക്കുന്നവരായി നാം മാറുന്നു. ജോലി, കച്ചവടം, കൃഷി, കുടുംബ ബന്ധങ്ങൾ, വേറെ പല കാര്യങ്ങൾ എന്നിവയൊക്കെ ന്യായമായ നമ്മളുടെ കാര്യങ്ങളാണെങ്കിലും ഇവയൊന്നും ദൈവവിളിയേക്കാൾ വലുതാകരുത് എന്ന സന്ദേശം സുവിശേഷം നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ വിളി നിരസിക്കുന്നവർക്ക് സ്വർഗരാജ്യം നഷ്ടമാകുമ്പോൾ ദരിദ്രരെയും അംഗവൈകല്യമുള്ളവരെയും അന്ധരെയും മുടന്തരെയും വിരുന്നിലേക്ക് ക്ഷണിക്കാൻ യജമാനൻ ദാസനോട് ആവശ്യപ്പെടുന്നു. ഇത് ദൈവത്തിൻ്റെ അനന്തമായ കരുണയെയും അവിടുത്തെ രാജ്യത്തിലെ മുൻഗണനകളെയും വെളിപ്പെടുത്തുന്നു. പാപത്തിൻ്റെ പിടിയിലകപ്പെട്ട ആത്മീയ ദാരിദ്ര്യത്തിൽ കഴിയുന്ന നമ്മയാണ് ഈ സുവിശേഷ ഭാഗം ഓർമ്മിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ക്ഷണം അർഹതയുള്ളവർക്കല്ല, പ്രത്യുത തങ്ങളുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അവിടുത്തെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നവർക്കാണ് ലഭിക്കുക. ഈ ഉപമയിലൂടെ യേശുവിൻ്റെ രണ്ടാം വരവിനായി നാം എപ്പോഴും തയ്യാറായിരിക്കണം, അവിടുത്തെ വിരുന്നിൽ പങ്കുചേരുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കണം എന്നും അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ തിരുവചനം നമുക്ക് വലിയൊരു പ്രത്യാശയും ആശ്വാസവുമാണ് നൽകുന്നത്. നാം എത്ര വലിയ പാപികളാണെങ്കിലും ദൈവം നമ്മെ തൻ്റെ സ്നേഹവിരുന്നിലേക്ക് ക്ഷണിക്കാൻ സദാ സന്നദ്ധനാണ്. അവിടുത്തെ ക്ഷണം സ്വീകരിച്ച് പാപജീവിതം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ഇപ്പോൾ തന്നെ മടങ്ങി വരാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. വഴിയോരങ്ങളിൽ നിന്നും വേലിക്കരികിൽ നിന്നും ആളുകൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ യജമാനൻ ആവശ്യപ്പെടുന്നത് ആരും തൻ്റെ വിരുന്നിൽ പങ്കുചേരാതെ പോകരുത് എന്ന ദൈവഹിതം വെടിവാക്കുന്നു. അതിനാൽ അലസത വെടിയാം. ആത്മീയമായ ഉണർവോടെ ഈശോയുടെ രണ്ടാം വരവിനായി ഒരുങ്ങാം. അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ച് ഈ ലോകത്തിലെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് നിത്യജീവൻ്റെ വിരുന്നിൽ പങ്കുചേരാൻ നമുക്ക് ഇന്ന് തന്നെ ഈ നിമിഷം പരിശ്രമിക്കാം.